Hi everyone, this is Shafi Muhammed. Welcome to this new video. വളരെ പ്രധാനപ്പെട്ട ചെറിയ ഒരു ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടി വന്നത് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സാണ്. അതായത് നിങ്ങളൊന്ന് നോക്കണം, വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്ത് ടൈം മാനേജ്മെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് ഇത്ര നേരം ഇന്ന കാര്യങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ പോകുന്നതിനിടയിൽ എന്ത് ചെയ്യും, ഇടയ്ക്ക് എന്ത് ചെയ്യും, ഒരു ബ്രേക്ക് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ബ്രേക്ക് എടുക്കും. അപ്പോൾ ചിലരെന്ത് വെച്ചാൽ ബ്രേക്ക് എടുക്കുന്നത് കുറച്ച് മണിക്കൂറുകളുടെ ബ്രേക്ക് ആയിരിക്കാം, ചിലരെടുക്കുന്നത് ഒരു ദിവസം തന്നെ ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷെ പലപ്പോഴും ഇതിന് ആ ബ്രേക്ക് എടുത്തതിന് ശേഷം വർക്കിലോട്ട് തിരിച്ചു വരാൻ പലർക്കും കഴിയാറില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, അവിടെ കിടന്ന് അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻ്റ് അല്ലെങ്കിൽ റിലാക്സേഷൻ, ആ ബ്രേക്ക് എന്ത് ചെയ്യും, നീണ്ട് പോകുന്ന സ്വഭാവം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങളവിടെ തന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ഇങ്ങനെ ആശാരിപ്പണി എടുക്കുന്ന അവിടെ ഷെഡിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ശനിയാഴ്ചയാണ് ഇവരെന്ത് ചെയ്യുക, ഇവരുടെ കൂലി വാങ്ങുന്ന ദിവസം. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും കൂലി വാങ്ങുന്ന ആ ഒരു ദിവസത്തിൽ അന്ന് എല്ലാം പണിയെല്ലാം കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം കൂലിയെല്ലാം വാങ്ങിയതിന് ശേഷം അവർ സൺഡേ അവർക്ക് ലീവാണ്. സൺഡേ അവർ ലീവ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർ എത്തുന്നത് ആക്ച്വലി മൺഡേയിൽ പലരും വരുന്നില്ല എന്നുള്ളതാണ്. അവർ പിന്നെ മൺഡേയിൽ വരേണ്ടവരാണ്, പക്ഷെ മൺഡേയിൽ വരുന്നില്ല. സൺഡേ അവർ എൻജോയ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം മൺഡേയിൽ അവർക്ക് പോകാനൊരു മടി, അങ്ങനെ എത്തുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ഒക്കെയാണ് പലരും ഇന്ത്യൻ ജോലിക്ക് വരുന്നത്. ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു കാര്യമാണ് അവിടെ ഉള്ളത് എന്ന് വെച്ചാൽ, അവിടെ വ്യക്തമായിട്ട് എന്ന് വെച്ചാൽ എത്രയാണ് ഞാൻ ഈ ബ്രേക്ക് എടുക്കുന്ന സമയം എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് അവരുടെ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയുന്നത്. ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ പലരുടെയും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്ക് എടുക്കും, പക്ഷേ അത് എത്രയാണ് എന്നുള്ളൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉടനെ തന്നെ നിങ്ങളുടെ വർക്കിലോട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. നമ്മൾ അധികം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് ഒരാൾ വന്ന ആളുമായിട്ട് ഞാൻ ഇൻറ്ററാക്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, നിങ്ങളുടെ പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ പറയാത്തൊരു കാര്യമാണ് ഈ ഒരു കാര്യം. ശരിക്കും അത് തന്നെയാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ എത്ര ടൈം മാനേജ്മെൻറ്റിൽ നമ്മൾ എത്ര സമയമാണ്, അല്ലെങ്കിൽ നമ്മളിതാ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ദിവസം വർക്ക് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വ്യക്തമായ ഒരു പ്ലാൻ ഉള്ളതുപോലെ തന്നെ ബ്രേക്ക് എടുക്കുന്ന സമയവും ഇത്ര സമയമാണ് ഞാൻ ബ്രേക്ക് എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാവണം. അതായത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ബ്രേക്ക് എടുക്കുന്നു എന്നുള്ള ഒരു പ്ലാനിനെക്കാട്ടിലും ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എത്ര സമയത്തേക്കാണ് ഞാൻ ബ്രേക്ക് എടുക്കുന്നത്, അത് എപ്പോഴാണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറുക, ജോലിയിൽ തന്നെ കയറുക, എന്നാണ് ഞാൻ ജോലി കയറുക, എത്ര ദിവസത്തേക്കാണ് ഞാൻ എന്നുള്ളൊരു വ്യക്തമായ ആ ഒരു ബ്രേക്ക് എടുക്കുന്നതിനും ഒരു ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ സമയം എത്ര ദൈർഘ്യം എന്നുള്ളത് വ്യക്തമായിട്ട് നിശ്ചയിക്കുക. എന്നിട്ടധികം വീണ്ടും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചുള്ള പ്രൊഡക്റ്റീവായിട്ട് യൂസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നു. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുള്ള ടിപ്സാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ ഇത്ര നല്ല ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഷാഫി ഇൻസ്പേസിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. 8086880785 എന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കും. എന്നോട് പറയാം 8086880775. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. എനിവേ സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.